ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നൈറ്റ്മാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അഗെയിൻ റോബ്ലോക്സായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് റോബ്ലോക്സിൽ ഡിസാസ്റ്റർ സർവൈവിംഗ് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വൈകിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഗെയിം ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. അതാ നമ്മളിവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഡിസാസ്റ്റർ ഈസ് അപ്രോച്ചിങ്. നമ്മളിതൊന്നും വകവയ്ക്കാതെ ഇവിടെ നിന്നാൽ അതാ എന്താണ് മെറ്റർ ഷവർ. ഓക്കെ, ഈ നക്ഷത്രം വന്ന് വീഴുന്ന അതാ പാറയോ? ഓ ഗൈസ്, മെറ്റർ എന്ന് വെച്ചാൽ ഉൽക്കയാണ്. ഉൽക്ക വന്ന് നമ്മൾ കക്കൂസിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഉൽക്കയുടെ ഒരടിക്കില്ലേ കക്കൂസ്. എന്നിട്ടും നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഓരോരുത്തരെയും വീക്ഷിക്കാം. ഇത് എനിക്ക് തോന്നുന്നൊരു സേഫായിട്ടുള്ള പ്ലേസാണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു ഹോള് കാണുന്നുണ്ട്. അതാ വെച്ച് പുറത്തോട്ടിറങ്ങാം. അതാ ഉൽക്ക ഇതാ ചറവറ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീടൊക്കെ തവിടുപടി നിങ്ങൾ തത്സമയം ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉൽക്കകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് നിമിഷം വടിയാ വെള്ളം. അതാ ഒരു ഉൽക്കയല്ലേ ഇപ്പം പോയത് നമ്മുടെ അടുത്തൂടെ. ഓക്കെ, അതാ വീട് പൊട്ടി. അതാ എല്ലാം അവിടെ കിടന്ന് ചാടുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പം നിലവിൽ നമ്മളാണോ സേഫ്? അതാ ഉൽക്കകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സെക്കൻഡ് തീരുന്ന വരെ അതാ നമ്മുടെ തൊട്ടിപ്പുറത്തൊരു ഉൽക്ക വന്നു. ഓക്കെ, ഇല്ലില്ല, ആൾക്കാരൊക്കെ ജീവനോടുണ്ട്. നമ്മൾ മാത്രമല്ല, അതാ എല്ലാവരും കിടന്ന് ഓടുകയാണ് ഷെൽട്ടർ തപ്പി. പക്ഷേ ഷെൽട്ടർ കൊണ്ടൊരു ഗുണമില്ല. ആ വീട്ടിലൊക്കെ ഒളിച്ചു എനിക്ക് വന്ന വടിയായി കാണും. ഉൽക്കകളിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് അമ്പിളിയമ്മാവനായിട്ട് ആരൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. ഇവിളിങ്ങോട്ടാണോ? അതായത് ഇവിടെ മരം. അതാ ഇവളുടെ ഈ അമ്പിളിയമ്മ നമ്മുടെ കക്കൂസ് പൊളിച്ചിരിക്കുകയാണ്. നമ്മളിനി എവിടെ പോയി വിളിക്കാതാ. ജസ്റ്റ് മിസ്. അതാ വലിയ വിളിക്കുക. എൻ്റെ അളിയ എല്ലാവരും കിടന്ന് ഓടി. നമ്മൾ സർവൈവ് ചെയ്തു. ഓക്കെ, യെസ്, നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി സർവൈവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വോട്ട് കൊടുക്കുക. അടുത്ത സ്ഥലത്തോട്ട് ഇവന്മാർ തന്നെ കയറി വോട്ട് കൊടുത്തോളൂ. നമ്മളിങ്ങനെ വെറുതെ കൈകെട്ടി ഇന്ന് കൊടുത്താൽ മതി. ഇവന്മാർ എന്തോത്തിനെ വോട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, നമ്മൾ പ്രിസണിലേക്ക് പോകുന്നത്. അതാ പ്രിസൺ അവിടെ സ്പോണായി. ഓക്കെ ഗൈസ്, നമ്മൾ പ്രിസണിൽ വന്നിരിക്കുകയാണ്. ഡിസാസ്റ്റർ വരുന്നുണ്ട്. ബാബ സമയം കളയാറുണ്ട്. എന്താണ് എല്ലാവരും കൂടി അംഗൻവാടി ഇപ്പോഴോളം പേര് വരുന്നത്. അതോട് കുറേ കസേരയും ഇരിപ്പുണ്ട്. ഇവിടെ ഇരുന്നാൽ സേഫാണോ അറിയത്തില്ല. കാരണം വല്ല വെള്ളപ്പൊക്കമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ തറയിൽ നിന്നാൽ എന്തായാലും വടിയാവും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉയരത്തിലേക്ക് എത്താൻ നോക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഹിൻഡ്. ഡിസാസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നേരിട്ട് പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മാക്സിമം ഉയരത്തിലെത്താൻ. മിക്കവാറും വല്ല വെള്ളപ്പൊക്കമായിരിക്കും. നമുക്കെന്തായാലും പോയി നോക്കാം. അതാ ഇവള് ചത്തില്ലേ? ഓ മൈ ഗോഡ്, അവളിതാ വന്നു. അതാ വെള്ളപ്പൊക്കമാണോ? ഓട്. എൻ്റെ അളിയ വെള്ളപ്പൊക്കമല്ല, ഇടിമിന്നലാണ്. മണ്ടയ്ക്കിട്ടടിക്കും. അമ്മാതെ ഇടിമിന്നലും. ഓക്കെ, നമുക്കെന്തായാലും എത്രയും പെട്ടെന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഓടണം. അമ്മമാരെല്ലാം കൂടി വെള്ളപ്പൊക്കമെന്ന് പറഞ്ഞ് മുകളിലോട്ട് പോകാം. അതാ വേറെ ഒരു ദിവസം അങ്ങോട്ട് കൊടുക്കും. ഒരു വട്ടാണോടാ. നമ്മൾ കുറേ സ്റ്റെപ്പ് കയറിയില്ലേ. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. ഓക്കെ, ഇവിടെ എല്ലാം സേഫാണ്. അതാ പുറത്തത്ര സേഫല്ല. അത് എന്തൊക്കെയോ ഇളകി മറിയുന്നവിടെ. അതാ പുറത്ത് ആൾക്കാരുണ്ടാവും. പുറത്ത് കൊടുത്ത് ചാവാനായിട്ട് വന്നതാണ്. ഇഞ്ചാലിയെ പുറത്ത് ഭയങ്കര വിഷയമാണ് കേട്ടോ. നമ്മളിതിനകത്ത് എത്രത്തോളം സേഫ് അല്ല ഇതിൻ്റെ തലയിൽ തണിക്കുക. നമ്മളിവിടെ എല്ലാവരും പുറത്തിറങ്ങി കളിക്കുന്നുണ്ട്. ഇവിടുത്തൊക്കെ എന്താണ് ആർക്കല്ലേ. വ്ളോഗ് ഷൂട്ട് ചെയ്യാലോ. നമുക്കൊരു വ്ളോഗ് എടുക്കില്ലേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നൈറ്റ്മെയറിലേക്ക് സ്വാഗതം. നമ്മൾ വ്ളോഗിനകത്ത് ഇതിലേക്കകത്ത് വീഡിയോ എടുക്കണം. അങ്ങനെയുണ്ട് ഈ പരിപാടി. അതാ ഇവന്മാരും കസേരയും കയറിയത്. ഓക്കെ, മിക്കവാറും ഈ കസേര ആയിരിക്കും സേഫ്. അതാ അല്ലേ ഇവന്മാരിങ്ങനെ ഒന്നും നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലേ കസേരയാണ് സേഫ്. അതാ ഫ്രണ്ടിലത്തെ വാതിലൊക്കെ പൊളിഞ്ഞു പോയി. അതാ പുറത്ത് കുറേ എണ്ണം കിടന്ന് ഓടുന്നുണ്ട്. കസേര പോലൊരു സേഫ് സ്ഥലം വേറെ ഇല്ലെന്ന് വേണം നമുക്ക് പറയാം. അത്രയ്ക്ക് സേഫാണ്. അതാ എല്ലാവരും കിടന്ന് ഓടുന്നു പൊട്ടന്മാർ. കസേര ഒട്ടും സേഫല്ല. കസേര തീരെ സേഫല്ല. ഇവിടെ ഇടിച്ച് സ്റ്റെപ്പൊക്കെ ഇടിച്ച് പൊളിക്കണം. എന്തായാലും ഇടിമിന്നൽ എങ്ങനെയാണ് അകത്തെത്തിയത്. ഓക്കെ, നമ്മൾ സ്റ്റെപ്പിൻ്റെ സക്സസ്ഫുള്ളി ഒളിച്ചു. 8 സെക്കൻഡ്. ഓക്കെ, കുറച്ച് നേരം കൂടി പിടിച്ചത് പറഞ്ഞ് നമ്മൾ സർവൈവ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ മണ്ടയിലോട്ട് വേണം. ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു. യെസ്, അങ്ങനെ നമ്മൾ അതും സർവൈവ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ. അതാ വേണേ നമ്മളെ ഒന്ന് കണ്ടോ. നമ്മൾ ഒരു പോറൽ പോലും പറ്റിയില്ല. ഇടിമിന്നൽ മണ്ടയ്ക്ക് പോലും അടിച്ചില്ല. ഇതെന്താ ഒരു ഡാൻസ്. എനിക്ക് വലിയ ടഫ് സ്റ്റെപ്പുകൾ. എൻ്റെ ആളിയാ ഇവൻ്റെ സ്റ്റെപ്പ് നോക്കി. അതെന്താ പോയെ?
ഓ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാം. അതല്ല ഇവിടുന്ന് സ്ഥലം വിടാം. അതല്ലത് ഇവിടെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിസാസ്റ്റർ വരുമ്പോൾ പ്ലെയിൻ വിളിച്ച് വിടുന്ന മണ്ടയ്ക്ക് കൂടി വിടാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആകാശത്തോടുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ നമ്മൾ പ്ലെയിൻ വെച്ച് തന്നെ ചത്തു പോകും. ഓക്കെ എസ്കലേറ്റർ ഉണ്ട്. നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഇച്ചിരി ഹൈറ്റിൽ പോകണം. അതായിരിക്കും കുറച്ച് നല്ലത്. അതെവിടെ വെള്ളമാണോ? അതാ റൺവേ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ ഒരൊറ്റ പ്ലെയിൻ ഇല്ല തേഞ്ഞ്. ഓക്കെ ഓക്കെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലോട്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതാ ഡിസാസ്റ്റർ വോൾക്കാനിക് എറപ്ഷൻ അല്ല എറപ്ഷൻ. അടിപൊളി. അതാ അയ്യോ നമ്മൾ വോൾക്കാനയുടെ മൂട്ടിലാണ് എന്തായാലും. ഓക്കെ ഇപ്പോൾ തറയിലോട്ട് പോകുന്നത് തോന്നുന്നു സേഫ് അല്ല. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറിക്കാം. ഓക്കെ ഇതാന്ന് തോന്നുന്നു സേഫ്. ഓക്കെ അതാ ഇതെന്താ ഐസ് ക്യൂബ് പോലെ വോൾക്കാനോ ക്യൂബ്. ഓ ഇതുണ്ട് ക്യൂബായിട്ടാണ് വന്ന് വീഴുന്നത്. ആ പെട്ടല്ലോ. ഇവിടെ സേഫ് അല്ല. അതാ സീലിംഗ് പൊളിയുന്നുണ്ട്. അതാ എൻ്റെ അളി ഇവിടെ എന്താ ഒന്നിച്ച് ചാവാന്നേ. ഇവിടെ സേഫ് അല്ല എൻ്റെ പൊന്നു ബ്രോ. ഓക്കെ ഇവിടെ സേഫ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇവിടെ എന്തായാലും വിട്ടാൽ അതാ ഇനി തീരെ സേഫ് അല്ല. ഓക്കെ ഓക്കെ ലൈഫ് പറയുന്നത്. അതാ ഓ ഇവിടെ ഒരു സ്ഥലം. ഇവിടെ കയറിക്കാം. ഓക്കെ ഇവിടെ അത്യാവശ്യം ഒരു കോർണറാണ്. ഇവിടെ നല്ലോണം സേഫ് ആയിരിക്കും അല്ലേ. അതാ പുറത്തൊക്കെ പറ പെയ്യുന്നു. ഓക്കെ അതാ ഒരുത്തൻ ഓടി അങ്ങോട്ട് പോകുന്നു. ഓക്കെ നമ്മളിവിടെ സേഫാണ്. ഇവിടെ നോ പ്രോബ്ലം. ഇവിടെ ബാക്കിയുള്ള പൊട്ടന്മാരൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. ഇവിടെ നല്ല സേഫാണ്. ഓക്കെ കോർണറൊക്കെ നല്ല സേഫാണ്. അയ്യോ എൻ്റെ ആളിയാ ഇവിടെ ഒരു സ്ഥലവും സേഫല്ല. ഞാൻ എൻ്റെ വാക്ക് പിൻവലിച്ചു. അതാ പുറത്താന്ന് തോന്നുന്നു സേഫില്ലേ. അല്ല ഇവിടെ സേഫ്. ഓക്കെ നമ്മൾ സർവൈവ് ചെയ്തു. യെസ് അത് മതി സർവൈവ് ചെയ്തു. ഓക്കെ എങ്ങനെ പോയാലും നമ്മൾ ഇതെന്താ ഇവിടെ ചുമന്ന പെയിൻ്റ് അടിച്ച്. അതാ നീല പെയിൻ്റ് അടിച്ചു. ഇവിടെ എന്താ കൃഷ്ണനെ. അതാ പച്ച പെയിൻ്റ് അടിച്ചു. എന്തുകൂടെ ഇത് പെയിൻ്റ് അടിക്കണേ. ഓക്കെ ഇവിടെ ഏതെല്ലാം ടൈപ്പ്. അതാ താറാവോ. ഓ അതായത് ആട്. ഇതൊന്ന് മൃഗശാലയെ. അത് നമ്മളെല്ലാവരും കൂടി അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അതാ നമ്മളവിടെയാണ് ഇപ്പോഴത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അതാ ജൈൻറ്റ് വീലൊക്കെ ഉണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഈ പൊട്ടന്മാരെല്ലാം കൂടി ഇപ്പോൾ ഈ ജൈൻറ്റ് വീലിൽ കയറിയിരിക്കും. കാരണം അമ്മമാർക്ക് അങ്ങ് എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. പക്ഷേ ഇതിനകത്ത് കയറിയെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വല്ല ഉൽക്കയൊക്കെ വന്ന് വീണാൽ അമ്മമാരുടെ അതിരുന്ന് കത്തവും. അതിൽ നല്ലത് നമുക്ക് ഏതെങ്കിലും ഷെൽട്ടർ. ആകാശം മാറുന്നു. ഓ ഞാൻ പറഞ്ഞില്ലേ കൊടുങ്കാറ്റ്. അമ്മമാരിപ്പോൾ പറഞ്ഞു നമുക്ക് ഈ വീട്ടിൽ കയറാം. ഓക്കെ അതാ പൊട്ടന്മാരെല്ലാം കൂടി ജൈൻറ്റ് വീലിൽ കയറിയിരിക്കുക. ഇന്നെല്ലാം എണ്ണ ചത്ത്. അതാ അയ്യോ ജൈൻറ്റ് വീല് കഷ്ണമായില്ലല്ലോ. വേറെ എന്തൊക്കെ ഇളകിപ്പോയി ജൈൻറ്റ് വീലിൽ. അതാ വിറകൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ആ ദാണ്ട ഒരു വിറക് ഇതിനകത്തുണ്ടല്ലേ. ഓക്കെ മാര് ചത്തില്ലേ. അതിവിടെ ഇപ്പുറത്തെ സൈഡ് വരുത്തി നിൽക്കുന്നത്. നമുക്ക് ഇവിടേക്ക് അതാ കൃഷ്ണനുണ്ട്. അടിപൊളി. ഓ നല്ല കാറ്റ് ഇവിടേക്കുണ്ട്. അയ്യോ വീടിളക്കി തേഞ്ഞ് അപ്പുറത്തെ വീട്ടിലോട്ട്. ഇവിടെ സേഫ് അല്ല. നോക്കട്ടെ കുറച്ച് നേരം കൂടി ഇവിടെ വയ്ക്കുക. ഇവിടെ സേഫ് അല്ല. ഓടയില്ലേ തോമസ് കുട്ടി വിട്ടോടാ. അയ്യോ ഇവിടെ തീരെ സേഫല്ല. അയ്യോ ആ ഇവിടെ കയറാം. ഓക്കെ അതാ ജൈൻറ്റ് വീലിൽ എന്തൊക്കെയാ പാർട്സ് ഇളകി പോയിട്ടുണ്ട്. നമ്മൾ താണ്ട അതാ നല്ല കാറ്റ്. വേണ്ട ഈ സാധനമൊക്കെ പറക്കുന്നു നിന്ന്. നമുക്കെന്തായാലും കുറച്ച് നേരം കൂടി പിടിച്ചിരിക്കണം. ഈ വീടിനിപ്പോൾ വേണ്ട ഒരു മൂലയില്ല. ബാക്കി 3 മൂലയിലാണ് നമ്മളിരിക്കുന്നത്. ഓക്കെ ബാക്കി എല്ലാം പറന്നു പോയി. അതാ ജൈൻറ്റ് വീലിലെ എല്ലാ ബക്കറ്റും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ടും കുറച്ചെണ്ണം അതിനകത്ത് ഇരിക്കുന്നു. ഉള്ള വീടും പോയി. ഇനി അവസാനത്തെ വീടാണിത്. ഇതും കൂടി പോയാൽ നമ്മൾ കത്തും. അതാ അല്ലല്ല നമ്മൾ സർവൈവ് ചെയ്ത്. യെസ് വി സർവൈവ് എഗെയിൻ. നമ്മൾ സർവൈവ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ഒന്നും വിട്ടുകൊടുക്കില്ല. ഓക്കെ അതാ പട്ടിയൊന്നും ചത്തില്ലേ. ഓക്കെ ഇവന്മാർ വോട്ട് ചെയ്തങ്ങ് വിജയിപ്പിച്ചോളും. ബാക്കി നമ്മളിങ്ങനെ അങ്ങ് നിന്നവിടുത്താൽ മതി. ഓക്കെ നല്ല സ്ഥലമൊക്കെ തിരഞ്ഞെടുത്താൽ കൊള്ളാം. ഒളിക്കാൻ പറ്റിയ സ്ഥലം ഇതാ മൊയൽ. ഓക്കെ ഇതെവിടെ ഫാമോ. ഇതെന്താ കൃഷിയിടത്ത്. അതെന്താ പറക്കുന്ന ആടാ. ഓക്കെ അതാ അവിടുത്തെ ട്രാക്ടറിൽ കയറിയിരുന്നു. ഇത് ഫാമാന്ന് പറഞ്ഞിട്ട് ഇതെന്താ ലോഡ്ജ് പോലെ.
എങ്ങനെ ഇരിക്കുന്നു? ഇതെന്താണെന്ന് മനസ്സിലായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്നാൽ എനിക്ക് മനസ്സിലായി ഇതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തായാലും അതാ ട്രാക്ടർ ഇട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ മൂട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതാ പൊട്ടി. ഞാൻ പറഞ്ഞില്ലേ ഓടിക്കോ. ഓ, ഇത് ഭയങ്കര സീനാട്ടെ ന്യൂക്ലിയർ. നമുക്ക് മുകളിൽ കയറിക്കാം. ഇത് എത്രത്തോളം അപകടമെന്ന് വെച്ചാൽ ഇതിനകത്ത് തൊട്ടാൽ നമ്മൾ ചത്തു. അഞ്ചാതി അതിൻ്റെ റേഡിയേഷനാണ് മെയിൻ. അടാടെ അതിൽ നിന്നിങ്ങനെ ചറവറ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക, ന്യൂക്ലിയർ മഴ. അതോ ഇവിടെ മൊത്തം വ്യാപിച്ച് കണ്ട. അതിന് ക്യൂബറെടുത്ത് പറ്റിയാൽ മതി, ബാക്കി മൊത്തം വ്യാപിക്കും അത് കണ്ട. അതാ ഇവിടെ ഫുള്ളായി. നമുക്ക് ഇവിടുന്ന് ഓടാം. അത് ഇവിടെ കയറിക്കാം, ഇവിടെ സേഫാണ്. ഓക്കെ, ഈ അവസാനത്തെ ഈ മുറി സേഫാണ് ആണോ? അല്ല, സേഫ് അല്ല. അല്ലല്ല, ഫാം ചാടിക്കും. നമുക്ക് കൊണ്ട് റേഡിയേഷനായിട്ട്. അതാ ട്രാക്ടർ ഓടിച്ച് ഈ ട്രാക്ടറിനെക്കാളും കയറി നമുക്ക് വെള്ളത്തിലിറക്കാം. അതാ ഇവിടെ മൊത്തം ന്യൂക്ലിയർ റേഡിയേഷനാണ്. നമുക്കിപ്പോൾ വെള്ളത്തിൽ ചാടി പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ചാവും. അതാ കൃഷ്ണൻ വരുമ്പോൾ പച്ചയായിക്കോളൂ, പേടിക്കണ്ട. അതാ ഓക്കെ, നമ്മൾ വെള്ളത്തിൽ ചാടി. ഓക്കെ, ഇവിടെ വെള്ളത്തിൽ സേഫാന്ന് വേണേൽ ഒരുവിധം പറയാം. ഇനി വേണമെങ്കിൽ നിങ്ങളെൻ്റെ കോലം ഒന്ന് കണ്ടോ. നമുക്ക് നൈസായിട്ടൊന്ന് റേഡിയേഷൻ അടിച്ചു. ഇതാ ഇപ്പം ഹൽക്കിനാണെങ്കിൽ നല്ല ചെയ്തു. ഇപ്പോൾ നമുക്ക് മാത്രം ഇതാ ഇപ്പോൾ എല്ലാത്തിനും റേഡിയേഷൻ അടിച്ച്. അളിയ ഹലോ മനസ്സിലായി നല്ലോണം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി, ചാടണ്ട. ഓക്കെ, മനസ്സിലായി റേഡിയേഷൻ അടിച്ച് ചാവാറായിരിക്കുക. ഓക്കെ, ഇവിടെ അല്ലേ ഇതാ അവൻ്റെയൊക്കെ ലൈഫ്. ജസ്റ്റ് മിസ് കേട്ടാ, ഇപ്പോൾ തട്ടിയ ചത്തേനെ. ഓക്കെ, അതാ ഇതൊക്കെ നമ്മളുള്ളവിടെ നോക്കി അവൻ എറിയുന്നവരുണ്ടല്ലോ. ഓക്കെ, 9 സെക്കൻഡായി. കുറച്ച് നേരം കൂടെ പിടിച്ചിരിക്കണം. അയ്യോ, വെള്ളത്തിൽ നീ ചത്ത്. ചത്ത് ഇല്ല എൻ്റെ അളിയാ, ചത്ത് ഇല്ല. ഇനി അതിൻ്റെ ഒരു പൊടി വന്ന് വീണാൽ മതി നമ്മൾ ചാവാൻ. ഓക്കെ, അതും സർവൈവ് ചെയ്ത്. യെസ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ എല്ലാ ഡിസാസ്റ്ററും സർവൈവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. എങ്ങനെ അപ്പോൾ അതിൻ്റെ പേയല്ലേ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.